ഇതാണ് മാംഗോസ്റ്റിൻ്റെ പൂവാണ്. മാംഗോസ്റ്റിൻ മരത്തുമ്മ പൂക്കളുണ്ടായി. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ്. അപ്പോൾ സബിത പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് വന്ന് കാണുന്നത് തന്നെ. ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അവളും ഞാനൊക്കെ ഷോപ്പിൽ പോയി കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി കണ്ടു. അപ്പോൾ ഉടനടി ഇതിൻ്റെ കടയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചാണകപ്പൊടി, ഒരു ചാക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ചാക്കിന് ഇന്ന് 250 രൂപ ഉണ്ട്. 1 കിലോ മാംഗോസ്റ്റിന് നമുക്ക് 250 രൂപ വിലയുണ്ട്. അപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന മാംഗോസ്റ്റിനാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന മാംഗോസ്റ്റിൻ്റെ പോലെയല്ല, നല്ല രുചി ഉണ്ടായിരിക്കും, സ്വാദൊക്കെ അടിപൊളിയായിരിക്കും. കാരണം നല്ല മൂത്ത് പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മളൊക്കെ അത് പൊട്ടിച്ചെടുക്കുക. കടകളിലൊക്കെ വിൽക്കാൻ വയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങണം. ഒരു മരത്തുമുള്ള കായ മുഴുവനും കച്ചവടക്കാർ വന്ന് പൊട്ടിക്കുമ്പോൾ മുഴുവൻ കായ കൊണ്ട് പൊട്ടിക്കും. അപ്പോൾ കുറച്ച് മൂപ്പ് കുറഞ്ഞതും മൂത്തതും പഴുത്തതും ഒക്കെ പാടാണ് അവർ പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അവിടെ കൊണ്ടായിട്ട് വിൽക്കുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് പഴുത്തിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ രുചി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കൃഷി ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ മരത്തിൻ്റെ തൈയൊക്കെ ഒരു 500 രൂപയ്ക്ക് നല്ല മരത്തൈ കിട്ടും. അപ്പോൾ നിങ്ങൾ ബഡ് ചെയ്തതോ ബഡ് ചെയ്യാത്ത ഏത് വേണമെങ്കിലും മേടിച്ചാൽ, ബഡ് ചെയ്യാത്തതിന് ഇത്തിരി വലിയ തൈകൾ മേടിക്കുക. 500 രൂപയേക്കാളും കൂടുതൽ വിലയുള്ളത്. എത്ര കാശ് കൂടുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് കായ ഉണ്ടായി കിട്ടും. കാരണം ഇത്തിരി വലിയ തൈകളായിരിക്കും. ആ നഴ്സറിയിൽ ഒരു കൊല്ലമൊക്കെ ഇരുന്നിട്ട് അവൻ്റെ ഒരു വർഷത്തെ വളർച്ചയുണ്ടാവും. അപ്പം ഞാൻ ഇതുപോലെ നല്ലൊരു അടിപൊളി തയ്യാണ് മേടിച്ചു വെച്ചത്. കായകളൊക്കെ ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ കാണിച്ചുണ്ട് കണ്ടോ, ഇതിൻ്റെ മോളിൽ നിന്ന് തുടങ്ങിയിട്ട് പൂവുണ്ടായേക്കണം. അപ്പം ഇതൊരു 6-7 വർഷമായിട്ടുണ്ട് ഈ മരം വെച്ചിട്ട്, മരത്തിൻ്റെ തൈ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട്. അപ്പം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ്. ഇത് നല്ല കടും പച്ച കളറാണ്. നല്ല തണുപ്പും കിട്ടുന്ന ഒരു മരമാണ്. അപ്പോൾ ഇത് കൃഷി ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. കണ്ടില്ലേ, ഇതിൻ്റെ പൂക്കൾ കണ്ടോ, അടിപൊളിയാണ്. ഇപ്പോൾ കാണിച്ചു, ഇതാണ് മാംഗോസ്റ്റിൻ കണ്ടില്ലേ. അപ്പോൾ എൻ്റെ കൈമയൊക്കെ ചാണകപ്പൊടിയാണ്, പിന്നെ വളം ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ സബിത പറയണത് ഇതൊന്ന് കാണിക്കും, ഇങ്ങോട്ട് വലിച്ചു പിടിക്കുന്നൊക്കെ പറയണം. എന്തായാലും ആവട്ടെ. അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ, അപ്പോൾ ഞാൻ ഇത് വന്നപ്പോൾ ഇവിടെ കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് കണ്ടോ, ഇത് തന്നെ ഡിപ്പ് ഇറിഗേഷൻ്റെ വെള്ളമാണ്. അപ്പോൾ ഈ ട്യൂബിൽ കൂടെ, ഈ കറുത്ത ട്യൂബിൽ കൂടെ വെള്ളം വരും. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഹോളടിച്ചിട്ട് ഈ ഡിപ്പിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മുളകും തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പയറുമണിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടോ, ഇതാണ് പപ്പായ ചെടിയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ പപ്പായയുടെ ചെടി വെച്ചാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇത് നല്ല വേനൽക്കാലം, മാർച്ച് 6-ാം തീയതി 6-7 അങ്ങോട്ടായതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഈ പപ്പായ ഇപ്പം നട്ട് കഴിഞ്ഞാണെങ്കിൽ 1 മാസം കഴിയുമ്പോൾ മഴ തുടങ്ങും. അപ്പോൾ ഇവൻ അടിച്ച് പൊളിച്ചാണ്ട് വരും. അപ്പം നിങ്ങൾ ഈ മാംഗോസ്റ്റ് വയ്ക്കുമ്പോൾ ഒരടിക്ക് താഴ്ച കുഴിക്കണ്ട. ഇതുപോലെ മണ്ണൊക്കെ മാറ്റി ഒരടിക്ക് താഴ്ചയിലുള്ള ഒരു കുഴി, ഒരു 4 അടിയെങ്കിലും വട്ടത്തിൽ. എന്നിട്ട് ഒരടി താഴ്ചയിലുള്ള മണ്ണ് മാറ്റിയതിന് ശേഷം അവിടെ ഒരു 2-3 ഒരു കൊട്ടയെങ്കിലും ചാണകം, പിന്നെ കുറേ ഇലകളും ഇടാം. അതിനുശേഷം ഈ മണ്ണിട്ടൊരു കുഴി അങ്ങോട്ട് മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ മാംഗോസ്റ്റിൻ്റെ ഒരു തൈ വെച്ച് കൊടുക്കുക. അപ്പോൾ അടിയിൽ നമുക്ക് 1-2 കൊട്ടൊക്കെ ചാണിട്ട് കൊടുക്കുക. അതിന് ശേഷം വേണം ഇങ്ങനെ വയ്ക്കാൻ. ഇനി നമ്മൾ ഈ തൈ ഇപ്പൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഒരാഴ്ചയിൽ 2 നന വീതം കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ 1 മാസം കഴിഞ്ഞാണെങ്കിൽ ഇതൊക്കെ മഴ തുടങ്ങും. പിന്നെ അവൻ അടിച്ച് പൊളിച്ചാണ്ട് വന്നോളും. അപ്പോൾ വേനൽക്കാലത്ത് കുറച്ച് ഇതുപോലെ സ്പ്രിങ്കളറോ ഡിപ്പ് ഇറിഗേഷനോ വെച്ച് കൊടുത്താണെങ്കിൽ നമ്മൾ ഈ വശത്തേക്ക് പിന്നെ നോക്കണ്ട. പുല്ലുണ്ടെങ്കിൽ ഒന്ന് ചെത്തിക്കളയും, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വീടിന് ചുറ്റുമൊക്കെ ഇതുപോലത്തെ മാംഗോസ്റ്റിൻ വെച്ചാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇതിൻ്റെ കടയ്ക്ക് നല്ല തണുപ്പാണ്. കാരണം ഭയങ്കര കട്ടിയായിട്ടുള്ള ഇലകളാണ്. ഇതൊക്കെ വീട്ടിലുള്ളവർക്ക് അറിയാം. അപ്പോൾ ഇത് വലിയ മരങ്ങളാവും. അപ്പോൾ വീടിന് നല്ല തണലും നമുക്ക് ഇഷ്ടം പോലെ ഓക്സിജനും കിട്ടും.
അപ്പോൾ നിങ്ങൾ നഴ്സറികളിലൊക്കെ പോയിട്ട് മാംഗോസ്റ്റിൻ്റെ തൈ മേടിക്കുമ്പോൾ ഒരു 750-1000 രൂപയ്ക്ക് വിലയുള്ള വലിയ തൈകൾ മേടിക്കുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് 1 കൊല്ലം 2 കൊല്ലമൊക്കെ പഴക്കമുണ്ടാവും. അപ്പോൾ നമ്മളുടെ വീട്ടിൽ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 കൊല്ലത്തിനുള്ളിൽ സാധനം ഉണ്ടാവും. പിന്നെ ബഡ് ചെയ്ത തൈയുണ്ട്. ബഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കായുള്ളത് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം മണ്ണുത്തിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 3000-4000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കായുള്ള ചെടികൾ കിട്ടും. വീട്ടിൽ നിന്ന് കുഴിച്ചിട്ടാൽ മതി. അപ്പം ഞാൻ കുഴി കുത്തണ് പിക്കാസൊക്കെ താഴ്ത്തിട്ട് ഇനി മണ്ണൊക്കെ മാറ്റിയിട്ട് ഈ കുഴിയിൽ നമ്മൾ ഫസ്റ്റിൽ തന്നെ വളമിടണം. ചാണകം ഇട്ടിട്ട് അങ്ങോട്ട് മൂടിയിടും. മൂടിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഞാൻ ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് വെച്ചോണ്ട്. പാഷൻ ഫ്രൂട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് നനച്ചാൽ മതി. പിന്നെ മഴക്കാലത്ത് തനിച്ചങ്ങോട്ട് വളർന്നോളും. അപ്പോൾ നമ്മൾ ഈ അടയ്ക്കാമരം എന്തെങ്കിലും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടൊന്നും പടർന്ന് കയറാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട. ഒരു കയറങ്ങോട്ട് വെട്ടി കൊടുത്താൽ മതി. കയറ് കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ വല്ല മരങ്ങളുണ്ടെങ്കിൽ അതുമാക്കി കയറ്റി വിട്ടാൽ ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട് കിട്ടും. ഇതൊക്കെയാണ് എൻ്റെ കൃഷി രീതികൾ. അപ്പോൾ എനിക്ക് പ്രചോദനം തരുന്നത് എൻ്റെ ഭാര്യയുണ്ട് സബിത. അവൾക്ക് ഈ ടൗണിലുള്ള കാരണം ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് ഓരോ യൂട്യൂബിൽ കണ്ടിട്ട് ഓരോന്ന് പറയും. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റായി. അപ്പോൾ അങ്ങനെയാണ് ഈ കൃഷികളൊക്കെ ചെയ്ത് വയ്ക്കുന്നത് കൂടുതലും. അപ്പോൾ ഉണ്ടോ നമ്മളുടെ ഈ ചാണകപ്പൊടി ഒരു 10 രൂപയ്ക്കുള്ളത് കണ്ടോ, ഒരു 10 രൂപയ്ക്കുള്ള ചാണകപ്പൊടി ഇട്ടു. ഇനി ഇത് മൂടിയിട്ടാണ് ഇതിൻ്റെ മുകളിലാണ് പാഷൻ ഫ്രൂട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഈ കൃഷികളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇതിനൊന്നും വലിയ സമയമൊന്നും വേണ്ട. ഇപ്പോൾ ഈ കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റാണ് ഒരു പാഷൻ ഫ്രൂട്ട് നട്ട് വളർത്താനായിട്ട് സമയം ആവശ്യമുള്ളൂ. കണ്ടോ, ഇതാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ. കണ്ടോ, ആ വളത്തിൻ്റെ മുകളിൽ കൊണ്ടു വെച്ചു. അപ്പോൾ എന്നും നനയ്ക്കണമെങ്കിൽ നമ്മൾ ചാണകത്തിൽ വെച്ചോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ചാണകമൊക്കെ അതിൻ്റെ കടയ്ക്ക് മുട്ടി കിടന്നാലൊന്നും സ്ഥിരം നനയ്ക്കുന്ന ചെടികൾക്ക് പ്രശ്നമില്ല. അപ്പോൾ നമ്മളിതുപോലെ ഒന്നും കാട്ടിലൊന്നും പോയിട്ട് ഇതുപോലെ തണുപ്പും കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഇതുപോലത്തെ കാട്ടിൽ നിന്ന് പറിച്ചിട്ടുള്ള ഈറ്റ അല്ലെങ്കിൽ മുള, ഈ വടികളൊക്കെ ഉണ്ടല്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയാണ് കൂരയ്ക്കുള്ളിലുള്ള തണുപ്പ് തന്നെ നമ്മളുടെ വീട്ടുമുറ്റത്ത് മാംഗോസ്റ്റിൻ വെച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പം മാംഗോസ്റ്റിൻ മരം ഒന്ന് വലുതായി കഴിഞ്ഞാൽ അടിപൊളി തണുപ്പായിരിക്കും. അപ്പോൾ എല്ലാവരും മാംഗോസ്റ്റിൻ മരം വെച്ച് പിടിപ്പിക്കുക. തൈക്ക് ഒരു 500 രൂപ അല്ലെങ്കിൽ 700-750. അടുത്ത വർഷം തന്നെ, ഈ അടുത്തല്ല ഒരു 4-5 വർഷം ആണെങ്കിൽ കഴിഞ്ഞാൽ